ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ 3 കാര്യങ്ങൾക്ക് 100ൽ 100 മാർക്ക് കൊടുക്കണം കളങ്കാവലിന്. ഒന്ന് സ്ക്രീൻ റൈറ്റിംഗ്. ഒരു സ്ക്രിപ്റ്റിനെ, ഒരു കഥയെ എത്രത്തോളം ത്രില്ലിംഗ് ആക്കി, എത്രത്തോളം ആകർഷകമാക്കി പ്രേക്ഷകനെ ഫീൽ ചെയ്യിക്കാൻ പറ്റും. അല്ലാതെ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകൻ എന്ന് അമ്പരക്കാൻ പറ്റുന്ന എത്രത്തോളം മൊമെന്റ് കൊടുക്കാൻ പറ്റും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കളങ്കാവൽ. 2 ഡയറക്ഷൻ. ഒരേ സമയം വില്ലന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും നായകന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ഒരേ കഥ പറയുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളെ പല സിനിമകളിലും മുൻപ് പലപ്പോഴും ബോറടിപ്പിക്കാറുണ്ട്. ഒരേ സീൻ തന്നെ ആവർത്തിച്ച് കാണിച്ചതുകൊണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നുമില്ല. രണ്ടും 2 പോയിന്റ് ഓഫ് വ്യൂ കാണിക്കുന്നു. 2 മൊമെന്റുകളായി തന്നെ കാണിക്കുന്നു. എന്നാൽ ഒരു തവണ പോലും നമുക്കൊരു മുഷിപ്പോ, ബോറടിയോ അല്ലെങ്കിൽ അയ്യേ വേണ്ടായിരുന്നു നമുക്ക് തോന്നുന്നുമില്ല. മൂന്നാമത്തത് ക്യാരക്ടർ ആർക്കാണ്. 2 കഥാപാത്രങ്ങൾ. മമ്മൂട്ടിയുടെ സ്റ്റാൻലി ദാസ്, വിനായകന്റെ നത്ത്. ഈ 2 കഥാപാത്രയും ഗംഭീരമായിട്ടൊരു കൈമോശം പോലുമില്ല എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ജീവൻ. അത് കൊടുത്ത 2 ആൾക്കാരും അതിഗംഭീരമായി ചെയ്തു. അതും മലയാളി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാസ്റ്റിംഗ് ആയിരുന്നു.